സുഹൃതിരി ഭക്ഷണ വിശ്വാസികളെ ചാപ്പാടടിച്ചാൽ മാത്രം പോരാ, പല്ലും തേക്കണം. ഇവൻ ജനിച്ചപ്പോ വന്ന ആദ്യത്തെ പല്ല് ഇവന്റെ മാതാവ് ഉരച്ചതാണ്, പിന്നെ അവ അതിൽ തൊട്ടിട്ടില്ല. അല്ലട, ഇത് നമ്മുടെ കോമഡി സ്റ്റാർസ് ആക്ടർ ഉല്ലാസ് പന്തളോ അല്ലേ? ശരി വരൂ, നമുക്കെന്ന് ഒരുത്തിന്റെ സമ്പാദ്യം നശിപ്പിക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. അങ്ങനെ പറ, ഇത് പവനായുടെ പെട്ടി. ഉള്ളി ശവമായപ്പോ ഇത് ഇവന്റെ കിട്ടി. ഓ, ആ വിരലിന്റെ കനം നോക്കും, മടല് പോലെ ഇരിക്കുന്നു. ഞാൻ ആ വിരലെടുത്ത് മൂക്കി വെച്ച് മണപ്പിച്ച് നോക്കിയാണ്, മനസ്സറിയാതെ മരിക്കും. ഞാൻ പറഞ്ഞ ഇതിലും ഭേദം മോണയോട് ആ പല്ല് മൊത്തത്തിൽ ചെത്തിക്കളയണല്ലേ. അവന്റെ ജീവിതത്തിൽ അവ ഇൻവെസ്റ്റ് ചെയ്തേക്കണേന്ന് ആ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം. ബോംബെ സ്റ്റോക്ക് മാർക്കറ്റ് വരെ ഇവന്റെ പല്ല് നോക്കിയിരിക്കുകയാണ്. മോണാണ്ടറിയ ഇവൻ ബ്രാഹ്മണനാണ്. അല്ല, പണ്ടത്തെ ബ്രാഹ്മണന്മാരാണല്ലോ ഈ മുറുക്കി തുപ്പണ. പല്ലിന്റെ നിറോങ്ങണം മങ്ങിയ സെൻസെക്സ് ഇടിയും. കുതിരക്ക് എടുക്കണ പുല്ലടാ നീ വീട്ടിൽ തിന്നണ. സിരിപ്പഴകൻ എന്നാണ് നാട്ടുകാർ ഇവന് വിളിക്കണ. ഒരു പേനാക്കത്തിയുമായിട്ട് ഒന്ന് റോട്ടി നിന്ന് BDS എടുത്തോടെ തലയിൽ മൂത്രം ഒഴിച്ചു കൊടുത്ത് കുത്തി കുത്തി അവൻ തലച്ചോറ് കയറി കുത്തുവന്തോ. ആ ചിരി കണ്ടറിയേ, ഒന്ന് രണ്ടും പല്ലെന്നൊല്ല ഇളക്കിയേക്കണ. ഇവരൊക്കെ വിശ്വസിക്കണ പാൻപരാഗില്ലാത്ത പല്ല് പാല് കുടിക്കാത്ത പിള്ളേർക്കും കാൽഷ്യം ഉണ്ടാവില്ലെന്നാണ്. ഇത്രയും കഷ്ടപ്പെടണ എന്തിനടാ? ഒരു 2 വിലൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവന്റെ പല്ലിരിക്കുന്നിടത്ത് പ്രാവ് കൂട് വെച്ചോളും. ഒരച്ചൊരച്ച് ഇന്ന് അവന്റെ പല്ലിനൊരു പരിഹാരം ഉണ്ടാക്കിക്കോളും. സംഭവം വൃത്തിയായി കേട്ടാ. ഇനി ആ കമ്പി വെച്ച് അവൻ ചെവിക്കായി എടുത്തു കൊടുക്കും. സൈഡിലൊരു പല്ല് കാണാനില്ല. സ്വർണത്തിന്റെ വില കയറിയോണ്ട് മുത്തുറ്റി പണയം വെച്ചതാകാം ആ മുഫ്തി. വാ തുറക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ